നമസ്കാരം. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നു എന്ന ആക്ഷേപം തുടരുന്നതിനിടയിൽ മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നും പേഴ്സണൽ സ്റ്റാഫുകൾ ഫയലുകൾ നീക്കുന്നതായി ചൂണ്ടിക്കാട്ടുന്നു. ഉന്നത വിദ്യാഭ്യാസം, മൃഗസംരക്ഷണം, പൊതുമരാമത്ത്, കൃഷി, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വകുപ്പുകളുടെ മന്ത്രിമാരുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റ് അനക്സ് 2 നിന്നും കൂട്ടത്തോടെ ഫയലുകൾ വാഹനങ്ങളിൽ കൊണ്ടുപോയി എന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങിയേക്കാവുന്ന പ്രധാനപ്പെട്ട രേഖകൾ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഇല്ലാതാക്കാനാണ് ഈ ഫയൽ വേട്ട എന്ന് ആക്ഷേപമുയരുന്നു. മനോരമയിൽ VR പ്രതാപ് പുറത്തുവിട്ട ഫോട്ടോ സഹിതമുള്ള വാർത്ത സെക്രട്ടേറിയറ്റ് ഇടനാഴികളിൽ വലിയ ചർച്ചയായിരിക്കുകയാണിപ്പോൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൽ നിന്നുമുള്ള ഫയലുകൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മാറ്റുകയും കുറേയേറെ ഫയലുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഫയലുകൾ കടത്തുന്നത് തുടരുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം മുൻ തീയതി രേഖപ്പെടുത്തിക്കൊണ്ട് ഒട്ടേറെ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ഈ ഓഫീസ് സംവിധാനം ഒഴിവാക്കിക്കൊണ്ടാണ് ഇതിനുള്ള ഫയൽ നീക്കങ്ങൾ നടത്തിയത്. ഈ ഓഫീസ് വഴി ഫയൽ നീക്കിയാൽ ഡിജിറ്റൽ ഒപ്പിൽ മുൻ തീയതി രേഖപ്പെടുത്താൻ കഴിയാത്തതിനാലാണ് കടലാസ് ഫയലുകൾ സൃഷ്ടിച്ചത് എന്ന ആക്ഷേപവും നിലവിലുണ്ട്. കേരളത്തിൽ പുതിയ സർക്കാർ അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെ ഓഫീസുകളിലും വിവിധ സെക്ഷനുകളിലും ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കപ്പെടുന്നത്. സാധാരണ നിലയിൽ ആവശ്യമില്ലാത്ത കടലാസുകൾ നശിപ്പിക്കാറുണ്ട് എങ്കിലും ഇത്രയും വലിയ തോതിൽ ഫയലുകൾ നീക്കം ചെയ്യുന്നത് അസാധാരണമാണ് എന്നും വിലയിരുത്തപ്പെടുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ തുടങ്ങിയ ഈ നീക്കം തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതോടുകൂടി അതിവേഗത്തിലായിരിക്കുകയാണ്. മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നും ശേഖരിച്ച ഫയലുകൾ ചീഫ് സെക്രട്ടറിയുടെ മുറിക്ക് സമീപമുള്ള ഷ്രെഡിംഗ് റൂമിൽ എത്തിച്ചുകൊണ്ട് മെഷീൻ ഉപയോഗിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫും നടത്തിയ പ്രധാനപ്പെട്ട കത്തുകൾ, ഈ ഓഫീസ് സംവിധാനത്തിന് പുറത്ത് കടലാസ് ഫയലുകളിലായി കൈകാര്യം ചെയ്ത കുറിപ്പുകൾ, അനുബന്ധ രേഖകൾ എന്നിവയാണ് പ്രധാനമായും നശിപ്പിക്കപ്പെടുന്നത്. സുപ്രധാന വിവരങ്ങളും ഇടപാടുകളും പുറത്താക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ധൃതി പിടിച്ച നീക്കം എന്ന ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. സാധാരണഗതിയിൽ ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ വരുന്നതുവരെ ഫയലുകൾ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ചീഫ് സെക്രട്ടറിക്കും വകുപ്പ് സെക്രട്ടറിക്കുമാണ്. എന്നാൽ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ പല സുപ്രധാന ഫയലുകളും ഓഫീസുകളിൽ നിന്ന് കടത്തിയതായും സൂചനയുണ്ട്. ഈ ഓഫീസ് സോഫ്റ്റ്വെയർ പരിഷ്കരിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഡിജിറ്റൽ ഫയലുകൾ നശിപ്പിക്കാനാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പരാതിയെ തുടർന്നാണ് ആ നീക്കം ഉപേക്ഷിച്ചത്. ഭരണമാറ്റം വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഫയലുകൾ നശിപ്പിക്കുന്നത് ഭരണപരമായ സുതാര്യമായി ബാധിക്കുമെന്ന് വിമർശനം ഉയരുകയാണ്. ഈ ഓഫീസ് സംവിധാനം നിലവിലുള്ളതിനാൽ തന്നെ കടലാസ് ഫയലുകൾ കുറവാണ് എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഷ്രെഡിംഗ് മെഷീനുകൾ വഴി കിലോ കണക്കിന് രേഖകൾ നശിപ്പിക്കപ്പെടുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണിപ്പോൾ. വരും ദിവസങ്ങളിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഈ ഫയൽ നശിപ്പിക്കൽ വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തന്നെ കാരണമാകും. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിലെ സുപ്രധാന ഫയലുകൾ അപ്രത്യക്ഷമാകുന്നതിലും ഇലക്ട്രോണിക് രേഖകൾ തിരുത്തുന്നതിലും ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിമതി നടക്കുന്നുണ്ട് എന്ന ഗുരുതരമായ ആരോപണവുമായി IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രംഗത്ത് വന്നിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സർക്കാരിന്റെ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ ചില ഉദ്യോഗസ്ഥർ നടത്തുന്ന നീക്കങ്ങളെ അദ്ദേഹം തുറന്നു കാട്ടിയത്. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് തന്റെ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് അഴിമതി മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. മന്ത്രിമാരോ ചീഫ് സെക്രട്ടറിമാരോ മാറിയാലും സർക്കാർ ഫയലുകളുടെ സത്യസന്ധത മാറാൻ പാടില്ല എന്ന് പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു. ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് ഫയലുകളിലൂടെയാണ്. ഒരു സർക്കാർ തീരുമാനം രൂപപ്പെട്ട രീതി, ധനകാര്യ നിയമ വകുപ്പുകളുടെ അഭിപ്രായം, ആരാണ് എതിർത്തത്, ആരാണ് അനുമതി നൽകിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക ചരിത്രമാണ് ഓരോ ഫയലും. ഇവ നിശബ്ദമായി അപ്രത്യക്ഷമാകുന്നത് ഭരണ തുടർച്ചയെയും സുതാര്യതയെയും ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് മുൻപും അഡ്മിൻ പ്രിവിലേജ് ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റുദ്യോഗസ്ഥരുടെ ഇൻബോക്സിൽ കയറിയതായും അഴിമതി മറച്ചുവെക്കാൻ ശ്രമിച്ചതായും പരാതിയുണ്ട് എന്ന് പ്രശാന്ത് പോസ്റ്റിൽ പറഞ്ഞിരുന്നു.
ഇപ്പോൾ സംഭവിക്കുന്നതും ഇതേ മാതൃകയിലുള്ള രേഖകൾ നശിപ്പിക്കലാണ് എന്ന് ആർക്കും മനസ്സിലാകുമെന്നും അദ്ദേഹം പരിഹസിച്ചു. ഡിജിറ്റൽ ഭരണത്തിൽ മെറ്റാഡേറ്റ പോലും പൊതുരേഖയാണ് എന്നും ആരാണ് എഡിറ്റ് ചെയ്തത് എന്നും ടൈം സ്റ്റാമ്പ് മോഡിഫൈ ചെയ്തത് എന്നും കണ്ടെത്താൻ സാധിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അധികാരം മാറിയാലും ആഴത്തിലുള്ള ഓഡിറ്റ് നടക്കില്ല എന്ന സെറ്റിൽമെന്റ് രാഷ്ട്രീയത്തിന്റെ മറവിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു പറ്റം ക്രിമിനലുകളാണ് ഈ ഫയൽ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നത്. രാഷ്ട്രീയക്കാരെക്കാൾ ഉപരി സ്വന്തം നിലയ്ക്ക് ചെയ്തു കൂട്ടിയ അഴിമതികൾ മൂടിവെക്കാനാണ് ഇവർക്ക് താല്പര്യം. ഇത്തരം ഉദ്യോഗസ്ഥരെ തിരിച്ചറിഞ്ഞ് നിലയ്ക്ക് നിർത്താനായില്ല എങ്കിൽ ജനാധിപത്യം പേരിന് മാത്രമായി മാറുമെന്നും പ്രശാന്ത് പറഞ്ഞു. ഫയലുകൾ നശിപ്പിക്കുന്നത് കൃത്യമായ നടപടിക്രമങ്ങൾ അഥവാ മാനുവൽ ഓഫ് പ്രൊസീജിയർ ഉണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒരു ഫയൽ കാണാതാകുമ്പോൾ താഴെ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഫയൽ നശിപ്പിക്കാൻ കമ്മിറ്റിയുടെ അനുമതി ഉണ്ടായിരുന്നോ? നശിപ്പിച്ച രേഖകളുടെ രജിസ്റ്ററിൽ എൻട്രി ഉണ്ടോ? ഡിജിറ്റൽ ലോഗുകൾ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ടോ? ഈ ഫയലിൽ വിജിലൻസ് അന്വേഷണമോ ഓഡിറ്റ് തടസ്സമോ ഉണ്ടായിരുന്നോ? പുതിയ സർക്കാർ പഴയ തീരുമാനങ്ങൾ പരിശോധിക്കുന്നത് പ്രതികാര രാഷ്ട്രീയമല്ല, മറിച്ച് ഭരണഘടനാപരമായ ചുമതലയാണ് എന്നും പ്രശാന്ത് വ്യക്തമാക്കുന്നു. ഫയലുകൾ ഇല്ലാതാകുമ്പോൾ ജനാധിപത്യം അന്തമാകും. സത്യം പുറത്തു വരാതിരിക്കാൻ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇത്തരം ചതിക്കുഴികളെ ജാഗ്രതയോടുകൂടി കാണണം. എത്ര ഭരണകൂടം എത്ര വികസനം നടത്തി എന്നതിനേക്കാൾ പ്രധാനം അത് എത്ര സുതാര്യമായ രേഖകൾ അവശേഷിപ്പിച്ചു എന്നതാണ് എന്നും എൻ പ്രശാന്ത് കുറിച്ചു. ഭരണമാറ്റത്തിന്റെ ഈ നിർണായക ഘട്ടത്തിൽ ഫയലുകളുടെയും ഡിജിറ്റൽ രേഖകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയുണ്ടാകുമെന്നാണ് ഈ പോസ്റ്റ് സൂചിപ്പിക്കുന്നത്.